ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഒരു സ്ഥലം വരെ പോവുകയാണ്. ചേട്ടനില്ല, ഞാനും പിള്ളേരും പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ. ഒരു 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആക്ച്വലി വേറൊരു പ്ലേസാണ് ഇന്നലെ രാത്രി പ്ലാൻ ഇട്ടത് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം രാവിലെ നേരത്തെ എണീക്കണം, കാരണം 571 ആൾക്കാരെ ഒരു ദിവസം കയറ്റുള്ളൂ. നമ്മൾ നേരത്തെ പോയി ടിക്കറ്റ് എടുക്കണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എണീക്കാൻ ഒരുപാട് ലേറ്റായിപ്പോയി. 9 മണി 9:30 ആയിപ്പോയി. രാവിലെ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ് ഉറങ്ങിയതാണ്. പിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റായി. എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ടിക്കറ്റ് കിട്ടില്ല. എന്നാണെങ്കിൽ സൺഡേയും കൂടി അല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തു രാവിലെ. അങ്ങോട്ട് പോവുകയാണ്. ഈ തുമ്മൽ എന്നെ കൊണ്ടേ പോവുള്ളൂ. എന്താ ചെയ്യുക, തുമ്മി തുമ്മി മനുഷ്യൻ മടുത്തു. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ വേഗം ചേഞ്ച് ചെയ്തു. കുട്ടികളെ രണ്ടുപേരെയും വേഗം റെഡിയാക്കി. ഫൈനലി ബ്രദർ വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് അമ്മ അവിടെ റെഡി ആയതുകൊണ്ട് അമ്മയും കയറും. അമ്മയുണ്ട് നമ്മുടെ കൂടെ. ഇങ്ങനെ അമ്മേനെയും പിക്ക് ചെയ്തു. അപ്പം അമ്മ ഇരുന്ന് ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുക്കുട്ടിൻ്റെ തള്ളു കേട്ടിട്ടാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് ഇവർക്ക് കുറച്ച് ഐസ്ക്രീമും ബിങ്കോയും ഒക്കെ വാങ്ങി. കാരണം നമ്മുടെ സ്ഥലം എത്തുന്നവരെ ഇവരൊന്ന് അടക്കി ഇരുത്തണമല്ലോ കാറിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ച് കൊടുത്തത്. അപ്പം കുറച്ച് നേരം അതൊക്കെ തിന്ന് എൻഗേജ്ഡായിട്ട് വലിയ കച്ചറയില്ലാണ്ട് ഇരിക്കുമല്ലോ, അതുകൊണ്ട്. ഫൈനലി നമ്മളവിടെ എത്തി. വരുന്ന വഴിക്ക് അച്ചുക്കുട്ടിന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു, കാരണം അവൻ കാറിനകത്തുനിന്ന് വൊമിറ്റ് ചെയ്തു. പിന്നെ നമ്മളവിടെ എത്തിയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. കൈയോടെ കുട്ടികൾക്ക് 2 പേർക്കും ഒരു തൊപ്പിയൊക്കെ വാങ്ങി തലയിൽ വെച്ച് കൊടുത്തു. പിന്നെ ബ്രദർ പോയിട്ട് അകത്ത് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പാണ് എന്നെ പണി പറ്റിച്ചത്. ഇത്രയും സ്റ്റെപ്പ് കയറി ഇനിയും കയറാൻ കിടക്കുകയാണ്. അയ്യോ എനിക്ക് വയ്യേ, നല്ല വെയിലും. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നടക്കുന്നത്. അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്. ഫൈനലി നമ്മൾ ആ ടോപ്പിലെത്തി. ഇതാണ് കേട്ടോ ഡാം. നല്ല ഭംഗിയാണ്, നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട്. അച്ചുകുട്ടനാണെങ്കിൽ അവൻ്റെ പ്രായത്തിലുള്ള ആരെ കണ്ടാലും പോയി പരിചയപ്പെടാനായിട്ട് പോകും. അങ്ങനെ പരിചയപ്പെടാൻ പോക്കാണത്. എൻ്റെ ദൈവമേ, എന്തോരം ദൂരം നടന്നുല്ലേ എൻ്റെ പൊന്നെ, വയ്യ. അത് അത്രയും നടന്നു, അത് അത്രയും സ്റ്റെപ്പ് കയറി വന്നു, അത് അത്രയും നടന്നു. അങ്ങനെ ഒരുപാട് നടന്ന് നമ്മൾ ആ ഡാമിൻ്റെ അടുത്ത് എത്തുമ്പം ആ കാറ്റും കൊണ്ട് നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ല അടിപൊളി കാറ്റാണ്. അങ്ങനെ കാറ്റും കൊണ്ട് നിൽക്കുമ്പോഴാണ് ബോട്ട് പോകുന്നത് കണ്ടത്. സ്പീഡ് ബോട്ടും പെഡൽ ബോട്ടും അങ്ങനെ എല്ലാ ടൈപ്പ് ബോട്ടും ഉണ്ട്. ഈ മിക്ക കുട്ടികളുടെ സ്വഭാവം തോന്നുന്നു, എന്ത് വള്ളി കണ്ടാലും അതിൽ പോയി പിടിക്കുക എന്നുള്ളത്. എന്തായാലും അതിൽ ചാടുന്നതിന് മുമ്പേ അവനൊന്ന് പറയാൻ തോന്നിയതുകൊണ്ട് വലിയൊരു വള്ളി പിടുത്തത്തിൽ നിന്ന് ഞങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിൽ കയറാൻ നിൽക്കുകയാണ്. അതെ, അതിലാണ് കയറാൻ പോണേ. ഫൈനലി നല്ലൊരു ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് റെസ്റ്റ് എടുക്കുവാണ്. ആക്ച്വലി ഞാൻ ബോട്ടിൽ കയറുന്നതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് കുഞ്ഞെൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയത്, കാരണം കുഞ്ഞിനെയും കൊണ്ട് സ്പീഡ് ബോട്ടിൽ കയറുന്നത് സേഫ് ആണെന്ന് വെച്ചപ്പോൾ അവരൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിലും കുഞ്ഞിൻ്റെ സേഫ്റ്റി ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്നു ബോട്ടിൽ. ഇനിയാണ് അടുത്ത ടാസ്ക്. വന്ന വഴി അത്രയും തന്നെ തിരിച്ച് നടക്കണം. അയ്യോ എനിക്ക് ഓർക്കാനും കൂടി വയ്യ, നടന്നല്ലേ പറ്റൂ. ഫൈനലി ഞങ്ങളങ്ങനെ തിരിച്ച് കുറേ നടന്ന് താഴെ എത്തി. അവിടെ ഒരു പാർക്ക് കണ്ടപ്പം അപ്പുകുട്ടൻ അങ്ങോട്ട് കളിക്കാനായിട്ട് ഓടി. കുട്ടികൾ പിന്നെ എത്ര ചാടിയാലും ഓടിയാലും നടന്നാലും മടുക്കില്ലല്ലോ. ഞങ്ങൾ മടുത്തു പോയത് കൊണ്ട് അവിടുത്തെ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എൻട്രൻസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഉണ്ട് കേട്ടോ, അത് നമുക്കറിയില്ല. ഇവിടെ നിന്ന് എൻട്രൻസ് ആണിത്. എൻട്രൻസ് നിന്ന് ഇവിടെ വണ്ടിയുണ്ട്, അവർ നമ്മളെ മേലേക്ക് കൊണ്ടുപോകും. അതറിയില്ല, നമ്മൾ നടന്നു. എവിടെ കയറണം? അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആരെങ്കിലും വയനാട് ബാണാസുര സാഗർ ഡാം സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക്, ഇവിടെ എൻട്രൻസിൽ നിന്നാൽ നടക്കാൻ വയ്യാത്തവർക്ക് അവരുടെ തന്നെ വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ അവർ മേലെ കൊണ്ടേ ആക്കുന്നതാണ്. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ നടന്ന് കഷ്ടപ്പെട്ടു. ഒരുത്തനാണെങ്കിൽ കാറിൻ്റെ പുറകിൽ ഇരുന്നേച്ച് ഭയങ്കര കരച്ചിലാണ്. അവനൊരു തോക്ക് മേടിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ പള്ളിക്കൊന്ന് പെരുന്നാളിന് പോയപ്പോഴാണ് ഒരു വലിയ തോക്ക് മേടിച്ച് കൊടുത്തത്. അത് മാത്രമല്ല, വീട്ടിൽ ടോയ്സ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റിലും അധികം ഉള്ളത് തോക്ക് തന്നെയാണ്. എന്തൊരു തോക്കായി വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അവരുടെ ഭാഷയ്ക്ക് കൂട്ടു നിൽക്കാൻ പോയാൽ അതിനേ സമയമുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തോട് വിട പറഞ്ഞ് നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്.
ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കിപ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ അത് സമയം ഇപ്പോൾ വൈകുന്നേരമായി. ഒരുപാട് അലഞ്ഞ് നടന്നിട്ടാണ് ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. നോമ്പായതുകൊണ്ട് മിക്ക കടകളും അടവായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറാൻ നേരത്താണ് അതിൻ്റെ വാതിക്കൽ ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടത്. ഒരു ക്യൂട്ട് പൂച്ച. പിള്ളേരെ ഞാനത് മാന്തോന്ന് വിചാരിച്ച് അമ്മ അതിനെ ഓടിച്ചു വിട്ടു. അച്ചുക്കുട്ടനും അപ്പുക്കുട്ടനാണെങ്കിൽ കിട്ടിയ ചാൻസ് അതിനെ ഭയങ്കര കൊഞ്ചിക്കലും തലോടലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ പൂച്ചേനെ ഓടിച്ചു വിട്ടേച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിനകത്തേക്ക് കയറി. എന്നിട്ട് വാഷ്റൂമിലേക്കൊന്ന് പോയി. അത്രയും നടന്ന ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് മുഖമൊക്കെ കഴുകുന്നു ഫ്രഷ് ആയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എന്തിനാ കരയുന്നേ? പൂച്ച പോയ നേരത്തെ കണ്ട ആ പൂച്ചേനെ അമ്മാമ്മ ഓടിച്ചു വിട്ടതിൻ്റെ സങ്കടത്തിലാണ് ഈ ഇരുന്ന് കരയുന്നത് അപ്പുക്കുട്ടൻ. എന്താ വേണ്ടേ? ചായ. ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. എന്ത് കുഴിമന്തി വന്നാലും അൽഫാം വന്നാലും നമ്മുടെ ബിരിയാണിയോട് ഒക്കില്ലല്ലോ. സോ ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.